ഹായ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും എവിടെയായിരുന്നു? കാണുവാനില്ലല്ലോ. എല്ലാവർക്കും ടാറ്റ കേട്ടോ. ഞാൻ രാവിലെ ഇന്ന് എണീറ്റ ഉടനെയുള്ള ചെറിയ ചെറിയ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. ഞാൻ കുറച്ച് ദിവസം മഴയും വെയിലും ഒക്കെ കാരണം എനിക്ക് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി വീഡിയോ എടുക്കാനുള്ള സമയങ്ങളൊന്നുമില്ലായിരുന്നു. മഴയൊക്കെ ഇല്ലേ, മഴയായിരുന്നു. പിന്നെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളായിട്ടൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടൊക്കെ നടന്നു. അങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു സമയം കിട്ടാഞ്ഞത് കൊണ്ടാണ്. പിന്നെ ഇടയ്ക്ക് കുഞ്ഞിന് കുറച്ച് ദിവസം 2-3 ദിവസം പനിയായിരുന്നു. ഇങ്ങനെ ചില കാരണങ്ങളാലാണ് ഞാൻ വീഡിയോ ഇടാൻ വൈകിപ്പോയത്. അങ്ങനെ ഞാൻ രാവിലെ അടുക്കള പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കണം വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഓടുക. നമുക്ക് അരിയും കറിയൊക്കെ വയ്ക്കാൻ രാവിലെ അരിക്കടി അടുപ്പിലായി. കൊഴിയാള മീനാണ് അത് പുരട്ടിയൊക്കെ വച്ചു. പിന്നെ ബീട്രൂട്ട് തോരനാണ് വെക്കുന്നത്. ഇതെല്ലാം ഒരു പരുവം എല്ലാം റെഡിയാക്കി വച്ചു. അങ്ങനെ രാവിലെ രസവടയും ചമ്മന്തിയൊക്കെയാണ്. ചമ്മന്തിയിലാണ് വടയിട്ടത്, രസമല്ല. ചമ്മന്തിയിൽ വടയൊക്കെ ഇട്ടു. അതൊക്കെ റെഡിയാക്കി തോരനൊക്കെ വച്ചു. മീൻ കറി വച്ചു, മീൻ ഫ്രൈ വച്ചു. മീൻ കറി വച്ച വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയതാണ്. അങ്ങനെ എല്ലാം അടുക്കളപ്പണിയൊക്കെ ചെയ്തിട്ട് പഴയതുപോലെ തന്നെ ഞാനിത് ഇടയ്ക്ക് ഒരു ദിവസം എടുത്ത് വെച്ച വീഡിയോ ആണ്. റബ്ബർ പാലെടുക്കാൻ പോയിരുന്നു. അങ്ങനെ പാലെടുക്കാനൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ആണ് വീണ്ടും മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കണത് കേട്ടോ. അങ്ങനെ അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞ് എല്ലാം ഒതുക്കി പറക്കി വെച്ചതിന് ശേഷം ഞാൻ പോയി റബ്ബർ പാലെടുക്കണുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമില്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു. ഞാൻ വരണു എന്ന് പറഞ്ഞ് ഇങ്ങനെ നീണ്ട് പോവുകയാണ്. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് വീഡിയോ കാണാൻ പോലുമുള്ള സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ ആരെയും വീഡിയോ കാണാത്തത്. ഉടനെ തന്നെ നാളെ തന്നെ ഞാൻ എല്ലാവരെയും വീഡിയോ ഇവിടെ ഇരുന്ന് ഓരോന്നായിട്ട് കാണുന്നതായിരിക്കും. കണ്ട് ഞാൻ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. തിരക്കായിരുന്നു കുറച്ച്, കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടിക്കൊണ്ട് നടന്നു. കല്യാണം, പിന്നെ കൊച്ചുമക്കൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു തിരക്കിൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു സമയമൊന്നും കിട്ടിയില്ല. അങ്ങനെ റബ്ബർ പാലൊക്കെ എടുത്ത് റെഡിയാവുകയാണ്. പിന്നെ നമ്മൾ എങ്ങനെ റബ്ബർ പാൽ എടുക്കണ വീഡിയോ ഇടണം എന്തിനാന്നൊക്കെ എൻ്റെ എല്ലാവരും ചോദിക്കും. എന്ത് കുഴപ്പമില്ലേ, നമ്മൾ പെണ്ണുങ്ങൾ ജോലി ചെയ്യണ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകണില്ല. നമ്മളെ വീട്ടിലുള്ള ജോലി ചെയ്യണതിനും നമ്മളെ സ്വന്തം വിളയിലോ നമ്മളെ കണ്ടങ്ങളിലൊക്കെ നമ്മൾ പണി ചെയ്യണതിനും ഒന്നുമില്ല. ഇതേ കണ്ടു നോക്ക്, നല്ല ഒരു സുന്ദരിയായ പെൺകൊച്ച് എന്തുമാത്രം നല്ല കഷ്ടപ്പെട്ട് ജോലി ചെയ്യണം നിങ്ങളൊന്ന് നോക്കി നോക്കേ. അത് അവളുടെ അഭിമാനമാണ്. അവളെന്ത് നല്ല സുന്ദരി, നല്ല കൊച്ചൊരു പെൺകുഞ്ഞല്ലേ. അവളതേ ഒരു മടിയും കൂടാതെ ഇതെല്ലാം ആണുങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ധാരണയുള്ള ഒരു പണി സ്വയം അവൾ ചുമന്ന് 2ാമത്തെ നിലയിലോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ച ഒരു ഭംഗി തന്നെയാണ്. എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഒരു ജോലി എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. ഇന്നത്തെ കാലമുള്ള പെണ്ണുങ്ങളായാലും പെൺപിള്ളേരായാലും അവർ സ്വയം അധ്വാനിക്കാൻ നല്ല കരുത്തുള്ളവരാണ്. അത് നല്ല മനസ്സുമുണ്ട്. അല്ലാതെ വീട്ടിൽ കയറി ചടഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് തൊഴിൽ കിട്ടിയില്ലെങ്കിലും ഞങ്ങൾക്ക് ആരോഗ്യമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുക എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ പെൺകൊച്ച്. നിങ്ങളെല്ലാവരും കാണുക, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കും. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. താങ്ക് യു.